കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് കഥാനായികയായ വിന്ററിനെയാണ്. അവള് 3 വർഷമായിട്ട് പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ അവള് ഗ്രാജുവേറ്റ് ആയി. അതുകൊണ്ട് തന്നെ ഇവളുടെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തി അത് വലിയ രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നു. കാരണം അവൾ ഒരു വലിയ വെൽത്തി ഫാമിലിയിലെ കുട്ടിയാണ്. അപ്പൊ ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവരുടെ സെക്രട്ടറി, മാഡം നിങ്ങളുടെ അച്ഛൻ 500 മില്യൺ വരുന്ന നെൽസൺ ഗ്രൂപ്പിന്റെ സ്വത്ത് മുഴുവൻ നിങ്ങളുടെ പേർക്ക് എഴുതി വെച്ച് അദ്ദേഹവും വൈഫും ലോകം ചുറ്റാനായിട്ട് പോയി എന്ന് പറയുന്നു. അത് കേട്ട് ഇവള് ഷോക്കാവുന്നു. ഇത്രയും വലിയ ഭാരം എന്നെ ഏൽപ്പിച്ചിട്ട് അവര് കറങ്ങാൻ പോയോ എന്ന് ഇവള് ചോദിക്കുന്നു. അത്രയും വലിയ സ്വത്തുക്കളിലേക്ക് അവകാശി അവൾ ആയിട്ട് പോലും അവൾക്ക് അതല്ല ഇപ്പൊ പ്രധാനം. 3 വർഷമായിട്ട് ഇവളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ബ്രയാനെ കാണാനായിട്ട് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണമെന്ന് അവള് തീരുമാനിക്കുന്നു. ഞാൻ അവനെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തതല്ലേ, അവൻ എന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തില് അവള് നാട്ടിലോട്ട് തിരിക്കുന്നു. പക്ഷെ അവള് പറഞ്ഞ ആ ബ്രയാൻ ഇപ്പോ മറ്റൊരു പെണ്ണിനോടൊപ്പമാണ് ഉള്ളത്. അവളുടെ പേര് റോസി. അവളപ്പോ ഇവനോട്, അല്ല നിന്റെ വിന്റർ തിരിച്ചു വരികയല്ലേ, നീ അപ്പോ നമ്മളെയൊക്കെ മറക്കോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവൻ ഇവളോട്, ആര് വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് അവളോട് ഒരു ഫീലിങ്സും ഇല്ല, ഞാൻ അവളെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അന്വേഷിച്ചതാ, ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല, മാത്രമല്ല അവൾ ഒരു സാധാരണക്കാരിയാണ്, നിന്നെ പോലെ നെൽസൺ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റിന്റെ മകള് പോയിട്ട് അവിടുത്തെ തൂപ്പുകാരി അവനുള്ള യോഗ്യത പോലും അവൾക്കില്ല. പക്ഷെ അവളുടെ കയ്യിലുള്ള വീട് ഒന്നാം തരം ഒരു വീടാണ്, അതുകൊണ്ട് തന്നെ അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കുന്നവരെ അവളെ ചുമന്നേ പറ്റൂ എന്ന് പറയുന്നു. അതായത് നമ്മുടെ വിന്റർ അവളുടെ ഐഡന്റിറ്റി എന്താണെന്ന് ഇവനോട് ഷെയർ ചെയ്തിട്ടില്ല. അവന്റെ വിചാരം ഇവളൊരു ഓർഫൻ ആണ് എന്നാണ്. പക്ഷെ ഇവളുടെ കയ്യിലുള്ള വീട് സ്വന്തമാക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് അവൻ ഇവളുടെ പിറകെ ഇത്രയും നാളായിട്ട് നടക്കുന്നത്. അങ്ങനെ അവളുടെ നാട്ടിലെത്തി ഇവളുടെ യഥാർത്ഥ ഐഡന്റിറ്റി എത്രയും പെട്ടെന്ന് ബ്രയാനോട് റിവീൽ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഇപ്പൊ അവള് അതിന്റെ എല്ലാ അവകാശിയായല്ലോ. ഇത്രയും നാള് ഇവളുടെ ഐഡന്റിറ്റി ഇവള് മറച്ചു വെച്ചത് ഇവളുടെ അച്ഛൻ പറഞ്ഞിട്ടാണ്. കാരണം അവൻ എത്രക്കാരനാണ് എന്ന് അറിയണമല്ലോ. പക്ഷെ ഇവളുടെ അച്ഛന് അവനെ കുറിച്ച് അന്വേഷിച്ചപ്പോ എന്തോ തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇവള് വിചാരിക്കുന്നത് അച്ഛൻ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ് എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവനിക്ക് നല്ല വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറയാനായിട്ട് തീരുമാനിച്ച് സെക്രട്ടറിയോട് യാത്ര പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പൊ ആ സെക്രട്ടറി ആണെങ്കിൽ, മിസ് വിന്റർ, നിങ്ങൾ ഏറ്റവും വലിയ കോടീശ്വരന്റെ ആലോചന വേണ്ട എന്ന് വെച്ചാണ് ബ്രയാനെ തിരഞ്ഞെടുത്തത്, അതൊരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കാം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നു. അങ്ങനെ അവള് നേരെ ബ്രയാനെ കാണാനായിട്ട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് എത്തുന്നു. ചെല്ലുമ്പോ തന്നെ കാണുന്ന കാഴ്ച അവനവന്റെ കാമുകിയായിട്ട് വരുന്നതാണ്. ഇതാരാണെന്ന് അവള് ചോദിക്കുന്ന സമയത്ത് അവനവന്റെ ഫ്രണ്ട് ആണെന്നാണ് ഇവളോട് പറയുന്നത്. അവന്റെ അമ്മയും അപ്പോ അവിടെ തന്നെയുണ്ട്. അവർക്കാണെങ്കിൽ വിന്ററിന് ഒരു താല്പര്യമില്ല. കാരണം മറ്റവളെ അപേക്ഷിച്ച് ഇവള് ഒന്നും ഇല്ലാത്തവളാണ്. റോസിയുടെ അച്ഛനാണെങ്കിൽ നെൽസൺ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് താല്പര്യം അവളെയാണ്. അപ്പോ റോസിയും വലിയ ജാടയിലാണ് നമ്മുടെ വിന്ററിനോട് സംസാരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി അറിയുന്നില്ല ആ നെൽസൺ ഗ്രൂപ്പിന്റെ ഓണർ തന്നെ നമ്മുടെ വിന്റർ ആണെന്ന്. അങ്ങനെ റോസി പുതിയ നെൽസൺ ഗ്രൂപ്പിന്റെ സിഇഒ ചാർജ് എടുക്കുന്നത് അറിഞ്ഞ് അവിടെ ഒരു പാർട്ടി ഫംഗ്ഷനിലേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ ഇവള് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോ ബ്രയാനെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട്, എടാ നീ ആ വൈസ് പ്രസിഡന്റിന്റെ മകളെ കളഞ്ഞിട്ട് പുതിയ സിഇഒ ആയിട്ട് വരുന്ന നെൽസൺ ഗ്രൂപ്പിന്റെ ഓണറെ നോക്ക് എന്ന് പറഞ്ഞ് അവനിക്കൊരു പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. അപ്പോ ഇവൻ ഇവിടെ ബിസി ആയതുകൊണ്ട് തന്നെ ആ ഫോട്ടോ ലോഡ് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ വയ്യാത്തോണ്ട് അവനത് ശ്രദ്ധിക്കുന്നില്ല. സത്യത്തിൽ അത് നമ്മുടെ വിന്ററിന്റെ ഫോട്ടോയായിരുന്നു. അങ്ങനെ ഇവളെയും കൂട്ടി അകത്ത് ചെല്ലുന്ന സമയത്ത് അവന്റെ ഫാമിലി മുഴുവൻ ഇവളെ റോസിയായിട്ട് തിരിച്ചാണ് സംസാരിക്കുന്നത്. കാരണം 3 വർഷമായിട്ട് ഇവള് പുറത്തും മറ്റവള് അകത്തുമായിരുന്നു. അവളാണല്ലോ ഇത്രയും നാളെ ഇവന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്ന ഇവന്റെ സിസ്റ്ററും അവളുടെ ബോയ് ഫ്രണ്ടും ഇവളാണ് നെൽസൺ ഗ്രൂപ്പിന്റെ പ്രസിഡന്റിന്റെ മകള് എന്ന് തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ജോലി സാധ്യത ഉണ്ടോ എന്നൊക്കെ ഇവളോട് ചോദിക്കുന്നു. യഥാർത്ഥത്തില് ഇവൾ ആ കമ്പനിയുടെ ഓണർ ആണല്ലോ, റയാന്റെ റിലേറ്റീവ് ആണല്ലോ അവര്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞ് ഇവളെ HR ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് ഒരാളെ ഹയർ ചെയ്യാനായിട്ട് പറയുന്നു. പക്ഷെ ഇവരാരും തന്നെ അത് വിശ്വസിക്കുന്നില്ല. കാരണം അവന്റെ അമ്മ പറയുമ്പോഴാണ് ഇവർക്കെല്ലാം അത് റോസിയല്ല, ഇവൾ ആ പഴയ പെണ്ണ് തന്നെയാണ് എന്ന് മനസ്സിലാവുന്നത്. ഇവളെ പഠനത്തിനായിട്ട് പുറത്ത് പോകുന്നതിന് മുന്നേ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതാണല്ലോ. ഇവൾക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കെല്ലാം ഇവളെ ഭയങ്കര പുച്ഛാണ്. അപ്പോ ബ്രയാൻ ഇവളോട്, നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, പക്ഷെ ഇവരെല്ലാം അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് നിന്റെ ലക്ഷങ്ങൾ വില വരുന്ന വീട് എന്റെ പേർക്ക് എഴുതി തന്ന് അത് പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ട് പറയുന്നു. അപ്പോ അത് കേൾക്കുമ്പോ ഇവൾ ഒരു കാര്യം ചിന്തിക്കുന്നു. അതായത് കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ഇവൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. അന്ന് അവളെ രക്ഷിച്ച് ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അവളെ ബോധം വരുമ്പോൾ കാണുന്നത് ബ്രയാനെയാണ്. ഇവനാണ് അവളെ രക്ഷിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവൾക്ക് അവനോട് ഒരു ഇഷ്ടം തോന്നുന്നു. അങ്ങനെ ഇവള് ഓക്കെ ആവുന്ന സമയത്ത് അവൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടുന്നു. ഇവളുടെ ഒറിജിനൽ വീടല്ല അത്, എങ്കിലും ആ ഒരു വീട്
കാണുന്ന സമയത്ത് ഇവനിക്ക് ആ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. കാരണം അത് നല്ല കാശ് കിട്ടുന്ന വീടാണ്. ആ വീടിന് വേണ്ടിയിട്ടാണ് ഇവളോട് ഒരു ഇഷ്ടമുള്ളതുപോലെ അവൻ കാണിക്കുന്നത്. സോ അങ്ങനെയാണ് അവര് രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ആയത്. അപ്പൊ അതൊക്കെ ആലോചിച്ച് ഇവള് എന്റെ ജീവൻ രക്ഷിച്ച ഒരാളാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളത് കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല എന്ന് വിചാരിച്ച് അവൾ ആ വീട് അവന്റെ പേർക്ക് എഴുതി കൊടുക്കുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവന്റെ സ്വഭാവം മാറുന്നു. എനിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി, ഇനി നിനക്ക് ഇവിടെ നിന്ന് പോവാം, നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഇനി ഉണ്ടായിരിക്കില്ല എന്നൊക്കെ അവൻ പറയുന്നു. അത് കേട്ട് ഇവൾ ആകെ ഷോക്കായി പോകുന്നു. അപ്പൊ നീ ഇത്ര നാളെ എന്നെ ചതിക്കായിരുന്നു, നിനക്ക് നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ കേട്ട് അവന്റെ അമ്മ ഇവളെ വന്ന് തല്ലുന്നു. നിനക്ക് എന്റെ മകനെ കല്യാണം കഴിക്കാനുള്ള ഒരു യോഗ്യതയില്ല. ഇത്രയും നാള് ഇവൻ നിന്റെ പുറകെ നടന്നത് ആ ഒരു വീടിന് വേണ്ടി മാത്രമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്നൊക്കെ പറയുന്നു. അപ്പോ വിന്റർ അവനോട് ഈ കാണിക്കുന്നതിനെല്ലാം നീ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ എന്നവനോട് പറയുന്നു. അപ്പോഴേക്കും അത് കേട്ട് ഇവളെ അവരെല്ലാം ചേർന്ന് കളിയാക്കുന്നു. പക്ഷെ ഉടനെ തന്നെ ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞ് ഇയാളെ നെൽസൺ ഗ്രൂപ്പിൽ നിന്ന് വിളിക്കുന്നു. ഇവള് ചുമ്മാ തള്ളിയതായിരിക്കും എന്നാണല്ലോ അവര് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഷോക്കാവുന്നു. പക്ഷെ അപ്പോഴേക്കും വിന്റർ അവിടെ നിന്ന് പോകുന്നു. ഇത്രയും പെട്ടെന്ന് നെൽസൺ ഗ്രൂപ്പിൽ നിന്ന് ഒരു കോള് വന്നതുകൊണ്ട് തന്നെ ഇവൾക്ക് അവിടെ എന്തോ പിടിപാടുണ്ട് എന്നിവർക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അവരവളെ ഫോളോ ചെയ്ത് പുറകെ വന്ന് ബ്രയാനോട് വിന്ററിനോട് ക്ഷമ ചോദിക്കാനായിട്ട് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് റോസിയും എത്തിയിട്ടുണ്ടായിരുന്നു. ഇവളൊരു കോടീശ്വരി ആണെങ്കിൽ ഇവളെ വിട്ടുകളയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവളോട് സോറി ചോദിക്കുന്നു. അപ്പോ റോസി അതെല്ലാം കേട്ട് നിങ്ങളൊക്കെ ഇവളോട് തന്നെ സോറി ചോദിക്കുന്നത്, ഇവള് നെൽസൺ ഗ്രൂപ്പിന്റെ ആരുമല്ല. ഇന്ന് നടക്കുന്ന നെൽസൺ ഗ്രൂപ്പിന്റെ പാർട്ടിയിലേക്ക് നിങ്ങൾക്കും ഇൻവിറ്റേഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് പോകാനുള്ള കാറാണ് ഈ കിടക്കുന്നത് എന്നൊക്കെ അവരോട് പറയുന്നു. അപ്പോ ഉടനെ തന്നെ അവരും ഇവള് ചിലപ്പോ നമ്മളെ പറ്റിക്കാനായിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ആ വന്നേക്കുന്നതിൽ ഒരു സ്റ്റാഫ് നമ്മുടെ വിന്ററിനെ സപ്പോർട്ട് ചെയ്ത് ബ്രയാനോട് സംസാരിക്കുന്നു. അപ്പോ അത് കേട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ ബ്രയാൻ അയാളെ തല്ലുന്നു. ഉടനെ തന്നെ ഇതിനെല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അയാളെയും കൂട്ടിക്കൊണ്ട് അവള് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പക്ഷെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കറക്റ്റ് നമ്മുടെ കഥാനായകൻ എത്തുന്നു. അവന്റെ പേര് സ്റ്റീവ് എന്നാണ്. അവനാണെങ്കിൽ നമ്മുടെ വിന്ററിനെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. അവനിക്ക് എന്തോ ഒരു താല്പര്യം ഇവളോടുണ്ട്. നേരത്തെ ഇവളുടെ സെക്രട്ടറി പറഞ്ഞിരുന്നല്ലോ ഒരു വലിയ ആലോചന ഇവൾക്ക് വന്നു എന്ന കാര്യം. അത് വേറെ ആരുടേതല്ല, നമ്മുടെ സ്റ്റീവിന്റെ തന്നെയാണ്. പക്ഷെ അവൻ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വിന്ററിനെ അവൻ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരോട് വന്ന് വിന്റർ എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പൊ അവരാണെങ്കിൽ ഇവനോട് അത് ചോദിക്കാൻ നിങ്ങൾ ആരാ, നിങ്ങൾക്ക് അവള് എന്തെങ്കിലും തരാനുണ്ടോ, അവള് ഇപ്പൊ അവളുടെ പുതിയ കാമുകനായിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പൊ സ്റ്റീവിന്റെ അസിസ്റ്റന്റ് റോസിയോട് നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം, ഇത് സി ഗ്രൂപ്പിന്റെ ഓണർ ആയിട്ടുള്ള മിസ്റ്റർ സ്റ്റീവ് ആണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോ അവർക്ക് കുറച്ച് റെസ്പെക്ട് ഒക്കെ വരുന്നു. കാരണം ഇവനൊരു വലിയ കമ്പനിയുടെ സിഇഒ ആണ്. ഈ നെൽസൺ ഗ്രൂപ്പിനേക്കാൾ വലിയ കമ്പനിയാണ് മിസ്റ്റർ സ്റ്റീവിന്റേത്. അതുകൊണ്ട് തന്നെ റോസി അപ്പൊ കുറച്ച് റെസ്പെക്ട് ഇല്ല. എന്താ സർ, നിങ്ങളെയും അവള് പറ്റിച്ചോ, നിങ്ങൾക്ക് എന്തെങ്കിലും പണിയെടുക്കാനാണോ, അവളതേ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് നെൽസൺ ഗ്രൂപ്പിന്റെ ആ ഒരു പാർട്ടിയിലേക്ക് റോസിയും ബ്രയാനും അതേപോലെ തന്നെ ബ്രയാന്റെ ഫാമിലിയും എല്ലാവരും എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ റോസിയും ബ്രയാനും അകത്തോട്ട് പോകുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു ലക്ഷറി കാറിൽ സെക്രട്ടറിയോടൊപ്പം നമ്മുടെ വിന്റർ അങ്ങോട്ടേക്ക് എത്തുന്നു. അത് കണ്ട് ഇവരെല്ലാവരും ഓ നീ ഇവിടെയും വന്നോ, നിനക്ക് ഇങ്ങോട്ട് വരാൻ ആരാ അനുവാദം തന്നത് എന്നൊക്കെ ചോദിച്ച് ഇവളെ ഒരുപാട് അപമാനിക്കുന്നു. നിന്റെ കയ്യിൽ ഇൻവിറ്റേഷൻ ലെറ്റർ ഇല്ല, പിന്നെ നീ എങ്ങനെയാണ് അകത്തേക്ക് കയറാൻ പോകുന്നത് എന്നൊക്കെ അവർ ഇവളോട് ചോദിക്കുന്നു. അപ്പൊ അവൾ അവരോട് പരിപാടിക്ക് വരുന്ന ഗസ്റ്റിനാണ് ഇൻവിറ്റേഷന്റെ ആവശ്യം, അല്ലാതെ അത് ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഇൻവിറ്റേഷന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. ഓ നീ പറഞ്ഞു വരുന്നത് ഈ പ്രോഗ്രാം നടത്തുന്നത് നീയാണെന്നാണോ, അത് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ വല്ല മണ്ടരായിരിക്കണം എന്നൊക്കെ അവര് പറയുന്നു. പക്ഷെ ഇവളാണെങ്കിൽ ഞാൻ അകത്തേക്ക് കയറി പോകുന്നത് നിങ്ങൾക്ക് ഇപ്പൊ നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് അവളെ നേരെ അകത്തേക്ക് കയറി പോകുന്നു. അവിടെയുള്ള സെക്യൂരിറ്റിയോട് അപ്പൊ സെക്രട്ടറി ആ നിൽക്കുന്ന കൂട്ടങ്ങളെ അകത്തേക്ക് കയറ്റി വരണ്ട എന്നും പറയുന്നു. അതേപോലെ തന്നെ സെക്യൂരിറ്റിയും അവരെ അകത്തോട്ട് കയറാൻ അനുവദിക്കുന്നില്ല. അപ്പൊ അവരാണെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്റർ ഇല്ലാത്ത അവൾക്ക് അകത്തോട്ട് കയറാമെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് കയറ്റുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ ഇൻവിറ്റേഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോ സെക്യൂരിറ്റി അവരോട് നിങ്ങളുടെ ഇൻവിറ്റേഷന് ഇനി ഇവിടെ ഒരു വിലയും ഉണ്ടാവാൻ പോകുന്നില്ല, പിന്നെ അകത്തോട്ട് കയറിപ്പോയത് വേറെ ആരുമല്ല, അത് ഞങ്ങളുടെ മാഡം തന്നെയാണ് എന്ന് പറയുന്നു. അത് കേട്ട് അവരെല്ലാവരും ഷോക്കാവുന്നു. അങ്ങനെ വിന്റർ അകത്തേക്ക് വരുന്ന സമയം റോസിയും ബ്രയാനും അത് കണ്ട് ഇവളെ വളരെ മോശമായിട്ടാണ് എല്ലാവരുടെ മുന്നിലും ട്രീറ്റ് ചെയ്യുന്നത്. ഇവളെ നല്ലതുപോലെ തന്നെ നാറ്റിക്കാനായിട്ട് അവിടേക്ക് കുറച്ച് നായകളെ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്ന ഫുഡിന്റെ കൂട്ടത്തില് ഇവൾക്കുമുള്ള ഫുഡൊക്കെ വെച്ചിട്ട് അതൊക്കെ ഇവളെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ വിന്റർ റോസിക്ക് നല്ലത് തിരിച്ചു കൊടുത്ത് റോസിയെയും അതേപോലെ തന്നെ ബ്രയാനെയും കൊണ്ട് അത് കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോ അതേ പാർട്ടിയിലേക്ക് പങ്കെടുക്കാനായിട്ട് നമ്മുടെ സ്റ്റീവും എത്തിയിട്ടുണ്ട്. റോസി ആണെങ്കിൽ അവിടുത്തെ വൈസ് പ്രസിഡന്റിന്റെ മകളാണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെയുള്ള
ബാക്കി എല്ലാ ബോർഡ് മെമ്പേഴ്സും റോസിയെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അവർക്കൊന്നും വിന്റർ ആരാണ് എന്ന കാര്യം അറിയില്ല. വിന്ററിനോട് അവരെല്ലാവരും വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഇവൾക്കിട്ട് ഒരു പണിയെടുക്കാനായിട്ട് അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോ വിന്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റുമെങ്കിൽ പുറത്താക്ക് എന്ന് പറഞ്ഞ് അവരെ വെല്ലുവിളിച്ച് അവിടെ ഒരു കസേരയൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നു. അപ്പൊ ഇവിടെ റോസിയുടെ ഫാദർ നമ്മുടെ സെക്രട്ടറിയോട് മാഡത്തിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും എന്റെ മകളെ കൂടി ഈ കമ്പനിയിൽ കയറ്റണം, അവള് വളരെ നല്ല കുട്ടിയാ എന്നൊക്കെ മകളെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നു. അപ്പോ സെക്രട്ടറിയും ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ തന്നെ അയാൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് വിന്ററിന്റെ കൂടെയുള്ള ഒരു സ്റ്റാഫിന്റെ കോള് വരുന്നു. അപ്പൊ അതിന്റെയൊക്കെ പിന്നില് റോസിയാണെന്ന് അറിഞ്ഞ് ആ സെക്രട്ടറി ഇയാളോട് നിങ്ങളുടെ മകള് അത്രയ്ക്ക് നല്ല പെൺകുട്ടിയാണല്ലേ എന്ന് ചോദിക്കുന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് മകളെ ഇങ്ങോട്ട് കയറ്റേണ്ടി വരില്ല, നിങ്ങൾക്കും അവളോടൊപ്പം പുറത്തോട്ട് പോവാം. നിങ്ങളുടെ മകള് നമ്മുടെ ലേഡി ബോസിനെയാണ് അവിടെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് അത് തടഞ്ഞില്ലെങ്കിൽ അച്ഛനും മോളും വഴിയിൽ ഇറങ്ങിയിരുന്ന് തെണ്ടേണ്ടി വരുമെന്ന് പറയുന്നു. അത് കേട്ട് അവര് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അപ്പൊ ഇവിടെ എല്ലാവരും ഇവളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ആ സെക്രട്ടറി എത്തുന്ന സമയത്ത് റോസി വന്നിട്ട് ഈ പെണ്ണ് നമ്മുടെ പരിപാടി അലമ്പാക്കാൻ വേണ്ടി കയറി വന്നിരിക്കുക. എന്റെ ബോയ് ഫ്രണ്ടിന് പണ്ട് ഇവളോട് എന്തോ ബന്ധം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ അവനിക്ക് ഇവളോട് ഒരു ഫീലിങ്സും ഇല്ല. പക്ഷെ ഇപ്പോഴും ഇവള് എന്റെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കാനായിട്ട് നടക്കുക, പിടിച്ച് പുറത്താക്കെങ്കിൽ എന്നൊക്കെ പറയുന്നു. പക്ഷെ അയാളാണെങ്കിൽ നേരെ വന്ന് നമ്മുടെ വിന്ററിനെ സ്വാഗതം ചെയ്യുന്നു. മാഡത്തിന് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, എത്രയും പെട്ടെന്ന് ഞാൻ അതെല്ലാം പരിഹരിക്കുമെന്ന് അവളോട് പറയുന്നു. അത് കണ്ട് അവിടെയുള്ള എല്ലാവരും ഷോക്കാവുന്നു. അങ്കിൾ നിങ്ങൾക്ക് എന്തോ തെറ്റുപറ്റിയതാണ്, ഇവള് ഒരു സാധാരണക്കാരിയാ എന്നൊക്കെ റോസി ഇയാളോട് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും റോസിയുടെ ഫാദർ ഓടിക്കൊണ്ടുവന്ന് ഇവൾക്ക് നല്ലത് കൊടുക്കുന്നു. റോസിയുടെ ഫാദർ പറയുമ്പോഴാണ് നെൽസൺ ഗ്രൂപ്പിന്റെ ന്യൂ സിഇഒ വിന്റർ ആണെന്ന കാര്യം എല്ലാവരും തിരിച്ചറിയുന്നത്. അത് കേട്ട് ഇത്രയും നേരം ഇവളെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും ഇവളോട് മുട്ടുകുത്തി ക്ഷമ ചോദിക്കുന്നു. റോസിയെ കൊണ്ടും അവളുടെ അച്ഛൻ വിന്ററിനോട് ക്ഷമ ചോദിപ്പിക്കുന്നു. എന്നിട്ട് ഇവളെ സോപ്പിടാനായിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം നല്ല വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ഒക്കെ ഇവൾക്ക് സമ്മാനിക്കുന്നു. അവർക്ക് അവിടെ ജോലി ചെയ്ത് തുടർന്ന് പോകണമല്ലോ. പ്രയാണം ഇവളുടെ കാലി വീണ് ക്ഷമ ചോദിക്കുന്നു. നീ എന്നെ വിട്ടു പോവല്ലോ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ റോസിയുടെ മുന്നിൽ വെച്ച് തന്നെ വിന്ററിനോട് അവൻ ഒരു കൂസലില്ലാണ്ട് പറയുന്നു. പക്ഷെ അവൻ അവിടെ നിന്ന് ഇവളുടെ ആൾക്കാര് നല്ലത് കൊടുത്ത് പുറത്താക്കുന്നു. അതിനുശേഷം വിന്റർ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് നിങ്ങളുടെ ഗിഫ്റ്റ് ഒക്കെ തീർന്നു, എങ്കില് ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാം, എല്ലാവരും ഇവിടുത്തെ ജോലി വിട്ടു പോവാൻ തയ്യാറായിക്കോളൂ എന്ന് ഇവൾ അവരോട് പറയുന്നു. അപ്പൊ അവരാണെങ്കിൽ വലിയ അഹങ്കാരത്തില് ഇത് ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായതാണ്, ഞങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥരൊന്നും ഇല്ലാണ്ട് ഒരിക്കലും ഇതിന്റെ വളർച്ച അനിവാര്യമല്ല എന്നൊക്കെ അവര് പറയുന്നു. അപ്പൊ വിന്റർ അതൊന്നും കാര്യമായി എടുക്കാതെ നിങ്ങൾ എവിടെ പോയാലും ഈ കമ്പനിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ പുറത്തുപോയി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രി എടുത്തിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എല്ലാവരെയും അവളെ കാണിക്കുന്നു. അതിനുശേഷം അവരുടേക്ക് രാജിയും അവളെ ഒപ്പിട്ട് വാങ്ങിക്കുന്നു. അവരൊക്കെ വിചാരിച്ചിരുന്നത് ഇവളൊരു കൊച്ചുകുട്ടിയാണ്, ഇവൾക്ക് ബിസിനസ് കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ്. പക്ഷെ ഇവളാണെങ്കിൽ എല്ലാ കാര്യവും ഇതിനു മുന്നേ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് കളത്തിലേക്ക് ഇറങ്ങി. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ ഗ്രാൻഡ് മദർ അങ്ങോട്ടേക്ക് എത്തുന്നു. അവരുടെ കൂടെ തന്നെ അവരുടെ മറ്റൊരു കൊച്ചുമകനുണ്ട്, ഇവരുടെ അച്ഛന്റെ അനിയന്റെ മകൻ. അങ്ങനെ അവരിവളോട് വന്ന് ഇതിന്റെ ഒന്നും അവകാശം നിനക്കല്ല, നിനക്ക് ഇവരെ പിരിച്ചുവിടാനുള്ള ഒരു അധികാരവുമില്ല എന്നൊക്കെ പറഞ്ഞാണ് അവര് ബഹളമുണ്ടാക്കുന്നത്. അത് കേട്ട് അവിടെ നിന്ന് സ്റ്റാഫ് എല്ലാരും തന്നെ നമ്മുടെ വിന്ററിനെ ഒറ്റപ്പെടുത്തിയിട്ട് ആ മുത്തശ്ശിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, അവർക്ക് അവിടെ തുടരാൻ വേണ്ടിയിട്ട്. ഇവരിപ്പോ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതിനു മുന്നേ തന്നെ ആ റോസിയുടെ ഫാദർ അവരെ ചെന്ന് കണ്ട് നമ്മുടെ വിന്ററിന് നിങ്ങൾ അധികാരം എല്ലാം കൊടുക്കുകയാണെങ്കിൽ അവൾ ഒരു പെണ്ണായതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി അവളുടെ വിവാഹം കഴിഞ്ഞ് മറ്റൊരു കുടുംബത്തിലേക്ക് ചെന്ന് ചേരും. പക്ഷെ നിങ്ങളുടെ ഈ കൊച്ചുമകനിക്ക് ആ അവകാശം എല്ലാം കിട്ടുകയാണെങ്കിൽ ഇവനൊരു ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇവന്റെ കുട്ടികൾ വഴി അത് നമ്മുടെ ഫാമിലിയിൽ തന്നെ നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കും, എന്റെ മകളെ ഇവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം എന്നൊക്കെ അയാള് ഇവരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവരിപ്പോ ഇവിടെ വന്ന് ഇങ്ങനൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതെല്ലാം നടപ്പിലാക്കാനായിട്ടാണ് ഇപ്പോഴത്തെ അവരുടെ വരവ്. ഇവളൊരു പെണ്ണായതുകൊണ്ട് തന്നെ ഇതൊന്നും നോക്കി നടത്താനുള്ള ശേഷി ഇവൾക്കില്ല എന്നാണ് അവര് ചിന്തിക്കുന്നത്. സാധാരണ നമ്മൾ കാണാറുള്ള ഒരു മുത്തശ്ശിയുടെ ടൈപ്പ് അല്ല ഇവര് കുറച്ച് കാന്താരിയാണ്. പക്ഷേ നമ്മുടെ വിന്ററിന്റെ ഫാദർ ആണ് ഈ കമ്പനിയുടെ യഥാർത്ഥ ഓണർ. ഈ മുത്തശ്ശിക്കൊന്നും അതിൽ ഒരു അവകാശവും ഇല്ല. പക്ഷെ അവരുടെ മകന്റെ കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൽ അവകാശമുണ്ട് എന്നൊക്കെയാണ് അവര് പറയുന്നത്. നമ്മുടെ സെക്രട്ടറി പോലും വിന്ററിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാളെ ജോലിന്ന് പിരിച്ചുവിടും എന്നൊക്കെയാണ് ഇവര് അയാളോട് പറയുന്നത്. എന്നാൽ അപ്പോഴേക്കും അതെല്ലാം തടഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റീവ് അങ്ങോട്ടേക്ക് വരുന്നു. ഇവൻ അവരെക്കാൾ വലിയ ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ അതിന്റേതായ റെസ്പെക്ട് ആ മുത്തശ്ശി പോലും ഇവനിക്ക് കൊടുക്കുന്നു. അവനാണെങ്കിൽ നേരെ വന്ന് നമ്മുടെ വിന്ററിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോവുകയാണെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നു. അപ്പൊ അത് കേട്ട് വിന്റർ അതിന് നമ്മള് ഇപ്പൊ ആദ്യമായിട്ടല്ലേ കാണുന്നത്, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് എന്നെ പ്രപ്പോസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ അവനോട് ചോദിക്കുന്നു. അപ്പൊ ആ മുത്തശ്ശിയും അവിടുത്തെ സ്റ്റാഫും ഒക്കെ പബ്ലിക് ആയിട്ട് മിസ്റ്റർ സ്റ്റീവിനെ പോലുള്ള ഒരാളെ നീ നാണം കെടുത്തുകയാണോ എന്ന് പറഞ്ഞ് വിന്റർ
വിന്ററിനെ വഴക്ക് പറയുന്നു. പക്ഷെ സ്റ്റീവ് ആണെങ്കിൽ അതൊന്നും കാര്യമായിട്ട് എടുക്കാതെ അവൻ തന്നെ അവളെ പരിചയപ്പെട്ട് ഒരു ഡിന്നറിനൊക്കെ ആയിട്ട് ക്ഷണിക്കുന്നു. അപ്പോ അതൊക്കെ കാണുമ്പോ മുത്തശ്ശി എങ്കിൽ പിന്നെ നീ സ്റ്റീവിന്റെ കൂടെ തന്നെ നിന്ന് അവരുടെ കമ്പനിയൊക്കെ നോക്കി നടത്താനായിട്ട് പറയുന്നു. കാരണം ഇവർക്ക് ഇത് അടിച്ചു മാറ്റാനായിട്ട്. പക്ഷെ അവളാണെങ്കിൽ എന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞുവിടാന്ന് വിചാരിക്കേണ്ട, ഞാൻ നെൽസൺ ഗ്രൂപ്പ് ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ സ്റ്റീവും ഇവൾക്ക് സപ്പോർട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി മുത്തശ്ശിയോ റോസിയുടെ ഫാദറോ ഒന്നും പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ സ്റ്റാഫ് എല്ലാവരും വിന്റർ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് രാജിവെച്ചിട്ട് ഇറങ്ങി പോകുന്നു. അതിനുശേഷം അവള് സെക്രട്ടറിയോട് ഇവരുടെ കാര്യങ്ങളൊക്കെ അങ്കിള് തന്നെ നോക്കിക്കൊള്ളാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവള് സ്റ്റീവിനോടൊപ്പം ഡിന്നറിനായിട്ട് പോകുന്നു. അപ്പൊ ഇവര് വെളിയിലേക്ക് വരുമ്പോ ബ്രയാനും ഫാമിലിയും അവിടെ തന്നെയുണ്ട്. അവരെല്ലാം വിന്ററിനോട് വന്ന് ഞങ്ങളോട് ക്ഷമിക്കുക, ഞങ്ങൾക്കൊരു തെറ്റുപറ്റി പോയതാ എന്നൊക്കെ പറഞ്ഞ് ബ്രയാനെ സ്വീകരിക്കുക എന്നൊക്കെ ബ്രയാൻ അവളോട് പറയുന്നു. എന്നാൽ സ്റ്റീവ് അവന് കിട്ടി നല്ലത് കൊടുക്കുന്നു. അതിനുശേഷം അവരവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവൾ അവനോട് നിങ്ങള് എന്നെക്കാൾ എത്രയോ മടങ്ങ് കോടീശ്വരനാണ്, പക്ഷെ എന്തുകൊണ്ടാണ് എന്നെ നിങ്ങൾ സെലക്ട് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അതിന് കാരണമായിട്ട് ഇവന് ചെറുതിലെ ഒരു അപകടം പറ്റിയ സമയത്ത് ഇവളാണ് ഒച്ച വെച്ച് ആളുകളെ കൂട്ടി ഇവനെ രക്ഷിച്ചത്. സോ ആ ഒരു കടപ്പാട് കൊണ്ടാണെന്ന് അവനും പറയുന്നു. അതിനുശേഷം ഞാനും ഒരു തവണ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടെന്ന് ഇവളോട് അവൻ പറയുന്നു. അതായത് അന്ന് ആക്സിഡന്റ് പറ്റിയ സമയം ശരിക്കും ഇവളെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് നമ്മുടെ സ്റ്റീവ് ആയിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് അവനിക്കൊരു അർജന്റ് കോള് വരുന്നത് കൊണ്ട് തന്നെ ഇവനിക്ക് അവിടെ നിന്ന് പോവേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കണ്ട ഒരാളുടെ കയ്യില് ഇവളെ ഏൽപ്പിച്ച് മെഡിക്കൽ ഫീസും കൊടുത്തിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അതായിരുന്നു ബ്രയാൻ ചെയ്തത്. പക്ഷെ അവൻ ഇവളോട് പറഞ്ഞിരുന്നത് അവനാണ് അത്രയും റിസ്ക് എടുത്ത് ഇവളെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നായിരുന്നു. ആ കാര്യങ്ങളൊക്കെ കേട്ട് ഇവള് ഷോക്കാവുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും നാളും അവളെ പറ്റിച്ച് അവളുടെ ഫീലിങ്സ് ഉപയോഗിച്ച് അവളുടെ വീട് തട്ടിയെടുത്ത അവനിക്ക് നല്ലത് കൊടുക്കാനായിട്ട് ഇവളെ തീരുമാനിക്കുന്നു. അതായത് ബ്രയാന് ഞാനും കൂടി വരണമെന്ന് സ്റ്റീവ് അവളോട് ചോദിക്കുമ്പോൾ അവള് വേണ്ടാന്ന് പറയുന്നു. അപ്പൊ അവനും 10 മിനിറ്റ് വരെ ഞാൻ നോക്കും, അപ്പോഴും നീ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞ് ഇവളെ പ്രതികാരം ചെയ്യാനായിട്ട് അവൻ പറഞ്ഞയക്കുന്നു. അപ്പോ ഇവിടെ ഇവരെല്ലാവരും ചേർന്ന് നമ്മുടെ വിന്ററിനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവള് ഇവനെ കളഞ്ഞിട്ട് പോയല്ലോ. അപ്പോഴേക്കും അവൾ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് ചിലപ്പോ ഈ രാത്രി ഇവൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ബ്രയാനോടുള്ള ഇഷ്ടം കാരണമായിരിക്കും, അവനെ സ്വീകരിക്കാനായിരിക്കും അവള് വരുന്നത് എന്നൊക്കെ പ്രതീക്ഷിച്ച് അവളെ ഇപ്പോഴേ ഇങ്ങനെ വളരാൻ അനുവദിച്ചുകൂടാ, അവള് നമ്മളെ കാലുപിടിക്കാൻ കൊണ്ട് വരട്ടെ, ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അവന്റെ അമ്മ പറയുന്നു. അങ്ങനെ അവൾ അങ്ങോട്ടേക്ക് വരുമ്പോ ഇവരവളോട് ചെന്ന് നീ എന്റെ മകന്റെ ക്ഷമിക്കാനാണ് വന്നതെങ്കിൽ ഞങ്ങൾ നിന്നോട് ക്ഷമിക്കാം, പക്ഷെ നെൽസൺ ഗ്രൂപ്പിന്റെ പകുതി ഷെയർസ് നീ ഞങ്ങൾക്ക് തരേണ്ടി വരും എന്ന് പറയുന്നു. അപ്പോ അവൾ അവരോട് ഞാൻ ഇവിടെ അതിനായിട്ടാണ് വന്നതെന്ന് ആരാ പറഞ്ഞത്, അതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് വന്നത് എന്ന് പറഞ്ഞ് വിന്റർ അവർക്കിട്ട് നല്ലത് കൊടുക്കുന്നു. അപ്പോഴേക്കും ബ്രയാൻ പുറത്തേക്ക് വന്ന് നീ എന്റെ അമ്മയെ തൊടാറായോ, ഞാനാണ് നിന്റെ ജീവൻ രക്ഷിച്ചത് എന്ന കാര്യം മറക്കരുത് എന്നൊക്കെ ഇവളോട് പറയുന്നു. ഓ ശരിയാ, നീയാണല്ലോ എന്റെ ജീവൻ രക്ഷിച്ചത്, അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി എനിക്ക് പ്രത്യുപകാരം ചെയ്യണം എന്ന് പറഞ്ഞ് ഇവള് അകത്തേക്ക് വന്ന് അവൾ അവനക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും എറിഞ്ഞു പൊട്ടിക്കുന്നു. അത് തടയാൻ വരുന്ന ബ്രയാനും അവളെ നല്ലത് കൊടുക്കുന്നു. അതിനുശേഷം ഇവൾ അവരോട് നീയൊക്കെ എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയത് ഞാൻ ഏറ്റവും മികച്ച വക്കീലിനെ കൊണ്ട് ഉടനെ തന്നെ തിരിച്ചു പിടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവളെ തിരിച്ച് കാറിലേക്ക് വരുമ്പോ അല്ല ഞാൻ പറഞ്ഞ എന്റെ പ്രപ്പോസല് നീ അക്സെപ്റ്റ് ചെയ്യുമെന്ന് സ്റ്റീവ് ഇവളോട് ചോദിക്കുന്നു. അപ്പോ അവൾ അവനോട് കല്യാണം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ, നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നു. അങ്ങനെ അവൻ തന്നെ അവളെ അവളുടെ വീട്ടില് കൊണ്ടുവന്ന് വിടുന്നു. അതിനുശേഷം ഇവൻ തിരിച്ചു പോകുന്ന സമയത്ത് കാറില് ഇവളുടെ ഒരു വാലറ്റ് അവൻ കാണുന്നു. അങ്ങനെ അവൻ അത് കൊടുക്കാനായിട്ട് വണ്ടി തിരിക്കാനായിട്ട് ഡ്രൈവറോട് പറയുന്നു. അപ്പോ ഇവള് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ സെർവന്റ് ഇവൾക്ക് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ ഇവളും അത് കുടിച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് റൂമിലേക്ക് പോകുന്നു. പക്ഷെ അവൾക്കപ്പോ എന്തോ ഒരു തലയിറക്കം പോലെയൊക്കെ ഫീൽ ആവുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇവളുടെ മുത്തശ്ശിയും അവരുടെ ആ കൊച്ചുമകനും കൂടി എത്തുന്നു. എന്നിട്ട് വേലക്കാരിയോട് ആ വെള്ളം അവള് കുടിച്ചോ എന്ന് ചോദിക്കുന്നു. കാരണം അതില് ഇവര് പറഞ്ഞിട്ട് ആ സെർവന്റ് ഡ്രഗ്സ് എന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ചാല് ഇവര് മറ്റേ ബ്രയാനെ വിളിച്ചിട്ടുണ്ട്. കാരണം അവനിക്ക് ഇവളെ വേണം, അതേപോലെ തന്നെ ഇവർക്കും ആ കുടുംബത്തിൽ നിന്ന് അവളെ ഇല്ലാതാക്കണം. മാത്രമല്ല സ്റ്റീവുമായിട്ടുള്ള ആ ഒരു ബന്ധവും ഇല്ലാതാക്കണം. അവന്റെ ഒരു സപ്പോർട്ട് ഇവൾക്കുണ്ടെങ്കിൽ ഇവരുടെ പരിപാടികൾ ഒന്നും നടക്കില്ല. സോ അതിനായിട്ട് അങ്ങനെ ഇവര് സെർവന്റിനോട് അവൻ വന്നു കഴിഞ്ഞാല് നിങ്ങൾ ഡോർ തുറന്നു കൊടുത്തിട്ട് ഇവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞിട്ട് അവരും അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇവൾക്കാണെങ്കിൽ ഇവിടെ ബോധം പോയിക്കൊണ്ടിരിക്കാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബ്രയാൻ എത്തുന്നു. അതേപോലെ തന്നെ ആ സമയം നമ്മുടെ സ്റ്റീവും അവളുടെ ആ വാലറ്റ് തിരിച്ചു കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റീവിനെ കണ്ട് ബ്രയാൻ പെട്ടെന്ന് കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. കാരണം നേരത്തെ കിട്ടിയത് അവനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബ്രയാനെ നമ്മുടെ സ്റ്റീവും കാണുന്നുണ്ട്.
അപ്പോ സ്റ്റീവ് ആ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഈ വേലക്കാരി ഈ സ്റ്റീവിനെയും ബ്രയാനെയും അറിയാത്തത് കൊണ്ട് തന്നെ ഇവനോട് എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. ഇവനിക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അപ്പൊ ബ്രയാൻ ആണെങ്കിൽ സ്റ്റീവ് പോകുന്നവരെ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കാറ് കുറച്ച് മാറ്റി പാർക്ക് ചെയ്തിട്ട് കാറിൽ തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഇവൻ അകത്തേക്ക് വിന്ററിനെ കാണാനായിട്ട് ചെല്ലുമ്പോ അവളാണെങ്കിൽ ഒരു ബോധവും ഇല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോ ഇവൻ അവിടെ ബ്രയാനെ കണ്ടത് കൊണ്ടും ഇവനിക്ക് ഏതാണ്ട് കാര്യങ്ങളെ മനസ്സിലാവുന്നു. അവൻ പെട്ടെന്ന് ഇവളെ സേഫ് ആയിട്ട് ബെഡിൽ കിടത്താൻ നോക്കുമ്പോ അവളാണെങ്കിൽ ആ ഒരു അബോധാവസ്ഥയില് ഇവനെ വിടുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് പിറ്റേന്ന് രാവിലെ ബ്രയാൻ ഉറക്കൊഴുന്നേക്കുമ്പോ അവന്റെ പണിയെല്ലാം നല്ല രീതിയിൽ തന്നെ പാളി. അയ്യോ ദൈവമേ, നേരം വെളുത്തു, ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവന് നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നു. അതേപോലെ തന്നെ ഈ മുത്തശ്ശി തള്ള നമ്മുടെ സ്റ്റീവിന്റെ അമ്മയെയും അച്ഛനെയും വിളിച്ചു വരുത്തി, നിങ്ങളുടെ മകൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞങ്ങളുടേത് വളരെ ആത്മാർത്ഥതയുള്ള കുടുംബമാണ്, അതുകൊണ്ടാണ് ഇത് നിങ്ങളെ കൂടി കാണിക്കാന്ന് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം വിളിച്ചു വരുത്തേക്കാണ്. കാരണം മറ്റൊരു പുരുഷനോടൊപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇവളെ അവര് സ്വീകരിക്കരുത്, അതിനായിട്ട്. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് വന്ന് ഇവര് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കാണ്. കൂടെ തന്നെ റോസിയും ഉണ്ട്. അപ്പൊ ഇവിടെ വിന്റർ ആണെങ്കിൽ രാവിലെ ഉറക്കൊഴുന്നേക്കുമ്പോ കാണുന്നത് അടുത്ത് നമ്മുടെ സ്റ്റീവിനെയാണ്. അവള് ആകെ കിളി പറക്കുന്നു. നിങ്ങള് ഇങ്ങനെയൊക്കെ കാണിച്ചാല് ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുന്നാണ് വിചാരിച്ചത് എന്നൊക്കെ ചോദിച്ച് ഇവള് അവനോട് ദേഷ്യപ്പെടുന്നു. അപ്പൊ അവനാണെങ്കിൽ ഭയങ്കര നാണത്തില് ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോകുന്നു. ഞാൻ ഇന്നലെ എന്ത് വെള്ളം ശരിക്കും കുടിച്ചത് എന്നൊക്കെ ആലോചിച്ച് ഇവള് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ പുറത്ത് ഇവരെല്ലാം അവളെ കാണുന്നു. അവളുടെ മുത്തശ്ശിയാണെങ്കിൽ ഇവളെ കാണുമ്പോ തന്നെ നീ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരില്ലാതാക്കിയാലോടി എന്ന് ചോദിച്ച് ഇവളെ തല്ലുന്നു. അപ്പൊ ഇവൾ അവരോട് മുത്തശ്ശി നിങ്ങളെ കാര്യം എന്താണെന്ന് പോലും ചോദിക്കാതെ ഈ നേരം വിളിക്കുന്നതിന് മുന്നേ എന്നെ ഒന്ന് തല്ലിയത് എന്തിനാണെന്ന് ചോദിക്കുന്നു. അപ്പൊ മുത്തശ്ശിയാണെങ്കിൽ സ്റ്റീവിന്റെ അമ്മയോട് കണ്ടില്ലേ ഇവള് മുതിർന്നവരോട് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്, ഇതാണ് ഇവളുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ സ്റ്റീവിന്റെ അമ്മ അതിപ്പോ ആരായാലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഇപ്പൊ അവളെ അടിക്കേണ്ട തെളിവൊന്നും കിട്ടിയില്ലല്ലോ എന്നിവരോട് ചോദിക്കുന്നു. അപ്പൊ റോസി അവരോട് അത് മുത്തശ്ശി അപ്പോഴത്തെ ഒരു ടെൻഷനിൽ ചെയ്തതാ എന്നൊക്കെ പറഞ്ഞിട്ട് വിന്ററിനോട് നിന്റെ റൂമിൽ ആരാടി ഉണ്ടായിരുന്നത്, മര്യാദയ്ക്ക് അവനെ വെളിയിലോട്ട് ഇറക്ക് എന്നൊക്കെ ഇവളോട് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ സ്റ്റീവ് ഇവളുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇവരെയൊക്കെ അവിടെ കണ്ട് അവനും ഞെട്ടുന്നു. അപ്പോ അവനെ ഇവിടെ കണ്ട് മുത്തശ്ശി നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. അപ്പോ സ്റ്റീവ് എല്ലാവരോടും ഇവള് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്, ഇവളോടൊപ്പം എന്നെ കണ്ടു എന്ന് പറഞ്ഞു നിങ്ങൾ ഇത്ര അതിശയപ്പെടേണ്ട കാര്യമുണ്ടോ, അല്ല ഞാനാണോ ഇവളുടെ കൂടെ എന്ന് നിങ്ങൾ ചോദിച്ചാലോ, നിങ്ങൾ മറ്റാരെങ്കിലാണോ എന്റെ സ്ഥാനത്ത് പ്രതീക്ഷിച്ചത് എന്നൊക്കെ സ്റ്റീവ് മുത്തശ്ശിയോട് ചോദിക്കുന്നു. അപ്പൊ അവരാണെങ്കിൽ സ്റ്റീവിനോട് ദേഷ്യപ്പെടുന്നു. സ്റ്റീവ് സത്യങ്ങളാണല്ലോ വിളിച്ച് പറയുന്നത്. അപ്പൊ മുത്തശ്ശി സ്റ്റീവിനോട് ദേഷ്യപ്പെട്ടത് ഒട്ടും പിടിക്കാതെ സ്റ്റീവിന്റെ അമ്മ അവര് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഇവരങ്ങനെ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. പക്ഷെ അത് ഒട്ടും തന്നെ മുത്തശ്ശിക്കോ റോസിക്കോ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ റോസി ആണെങ്കിൽ ഇടയ്ക്ക് സംസാരിക്കാനായിട്ട് വരുമ്പോ അത് ഇഷ്ടപ്പെടാതെ സ്റ്റീവിന്റെ അമ്മ നീ ഈ രണ്ട് ഫാമിലിയിലും അംഗമല്ല, പിന്നെ നിനക്ക് ഇവിടെ സംസാരിക്കാൻ ഒരു വോയിസും ഇല്ല എന്ന് പറഞ്ഞ് അവൾക്ക് നല്ലത് കൊടുക്കുന്നു. അപ്പോ ഇവിടെ ഈ പൊട്ടനാണെങ്കിൽ എന്തായാലും ഇപ്പൊ വിന്റർ എഴുന്നേറ്റിട്ടുണ്ടാവാൻ വഴിയില്ല, അതുകൊണ്ട് നേരെ അവളുടെ റൂമിലേക്ക് പോകുന്നത് നല്ലത് എന്ന് പറഞ്ഞ് ഇവൻ അകത്തേക്ക് വരുന്നു. എന്നിട്ട് മിസ് ഷൈൻ ഞാൻ കുറച്ചു ലേറ്റ് ആയി പോയി, നിങ്ങൾ ആ വെള്ളം അവൾക്ക് കൊടുത്തായിരുന്നോ എന്നൊക്കെ മുത്തശ്ശിയോട് ചോദിച്ചുകൊണ്ട് ബ്രയാൻ അകത്തേക്ക് വരുന്നു. പക്ഷെ അപ്പോഴാണ് അവൻ ഇവിടെ ഇവരെല്ലാം നിൽക്കുന്നത് കാണുന്നത്. ഉടനെ തന്നെ പണി പാളി എന്ന് മനസ്സിലാക്കി ഇറങ്ങി ഓടുന്നു. ഇവനെയാണ് ഇവരിങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയ സ്റ്റീവ് അവനെ പിടിക്കാനായിട്ട് ഇറങ്ങി ഓടാൻ തുടങ്ങുന്നു. അപ്പൊ വിന്റർ അത് തടഞ്ഞിട്ട് നിങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ടില്ല എന്ന് അവനെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അവനും ഡ്രസ്സ് മാറാനായിട്ട് പോകുന്നു. അപ്പൊ വിന്റർ മുത്തശ്ശിയോട് നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു. ബ്രയാൻ വന്ന് സത്യം എന്താണ് എന്ന് വിളിച്ചു പറഞ്ഞല്ലോ. അപ്പൊ അവരുടനെ തന്നെ വിന്ററിനോട് മോളെ നിനക്ക് ബ്രയാനെ അല്ലായിരുന്നോ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്ന് സഹായിച്ചതാണെന്ന് പറയുന്നു. അപ്പൊ അത് കേട്ട് സ്റ്റീവിന്റെ അമ്മ നിങ്ങൾ ഇത്രയും വൃത്തികെട്ട സ്ത്രീ ആയിരുന്നു എന്ന് ചോദിച്ച് അവരൊരു വയസ്സായ സ്ത്രീയാണെന്ന് പോലും നോക്കാതെ അവർക്ക് നല്ലത് കൊടുക്കുന്നു. റോസിക്കും അതേപോലെ തന്നെ അവരുടെ ആ കൊച്ചുമകനിക്കും അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാനേ സാധിച്ചോളൂ. സ്റ്റീവിന്റെ അമ്മ അങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോ ഇവൾക്കും നല്ല സന്തോഷാവുന്നു. ആരെങ്കിലൊക്കെ അവൾക്കും സപ്പോർട്ട് നിൽക്കാൻ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ബ്രയാൻ ആണെങ്കിൽ നമ്മുടെ സ്റ്റീവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന വഴിക്ക് അവന്റെ വണ്ടി മറ്റൊരു വണ്ടിയുമായിട്ട് ഇടിച്ച് അവന്റെ കാര്യത്തില് ഏതാണ്ട് തീരുമാനമാവുന്നു. അപ്പൊ അവന്റെ ഫാമിലി ആണെങ്കിൽ ഇവിടെ ഇത്രയും നേരമായിട്ടും അവനെ കാണാത്തതിൽ വിഷമിച്ചിരിക്കാണ്. അവരും കൂടിയാണ് അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. അപ്പൊ പെട്ടെന്ന് തന്നെ അവന്റെ ഫോണിൽ നിന്ന് ഒരു കോള് വരുന്നു. അവന്റെ പ്ലാൻ എല്ലാം സക്സസ് ആയി എന്ന് പറഞ്ഞ് അവൻ വിളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചാണ് അവര് കോൾ എടുക്കുന്നത്. പക്ഷെ വിളിച്ചേക്കുന്നത് ഏതോ ഹോസ്പിറ്റലിൽ നിന്നാണ്.
ഈ ഫോണിന്റെ ഓണർ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് എന്നാണ് അവരറിയിക്കുന്നത്. അത് കേട്ട് ഇവരെല്ലാവരും ഷോക്കാവുന്നു. മകനെ കോടീശ്വരനാക്കാൻ പറഞ്ഞയച്ചതാണല്ലോ, അപ്പൊ അത് തന്നെ വേണം. അതിനുശേഷം സ്റ്റീവിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടിയ മുത്തശ്ശി ഇപ്പോ ഹോസ്പിറ്റലിലാണ്. അവർ തന്നെയാണ് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. കിളവിക്ക് സത്യത്തിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് കിടക്കാണ്. എന്നാൽ സ്റ്റീവിന്റെ അമ്മയോ വിന്ററോ അവരെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ അവര് പോയ ഉടനെ തന്നെ ഇനിയും ഇതൊന്നും ഇങ്ങനെ വെച്ചോണ്ടിരുന്ന പറ്റില്ല എന്ന് പറഞ്ഞ് അവരവരുടെ മകനെ വിളിച്ച് എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരാനായിട്ട് പറയുന്നു. അതായത് വിന്ററിന്റെ അച്ഛനെ. അങ്ങനെ ഇവര് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ കറക്റ്റ് ബ്രയാന്റെ ഫാമിലി വിന്ററിനോട് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. നീ കാരണമാണ് എന്റെ മകന് ഈ അവസ്ഥയുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഇവളെ അവര് ഒരുപാട് പറയുന്നു. അപ്പോ സ്റ്റീവിന്റെ അമ്മ അവരോട് നിങ്ങളുടെ വളർത്തു ദോഷം കാരണമാണ് അവൻ ഈ അവസ്ഥയുണ്ടായത്, അതുകൊണ്ട് ആ പഴിയൊന്നും ഇവളുടെ മുകളിൽ ഇടണ്ടെന്ന് പറയുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്റ്റീവ് എത്തുമ്പോഴാണ് അത് അവന്റെ അച്ഛനും അമ്മയാണെന്ന കാര്യമൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നത്. വിന്ററിന്റെ അച്ഛനും അമ്മയാണ് അതെന്ന് വിചാരിച്ചാണ് ഇത്രയും നേരം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല അവൻ ഇവരോട് വന്ന് ഞാൻ വിന്ററിനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന കാര്യവും പറയുന്നു. അത് കേൾക്കുമ്പോ അവര് നല്ല ഷോക്കാവുന്നു. അവർക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, സ്റ്റീവ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് പോകുന്നു. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ വിന്ററിന്റെ അച്ഛനും അമ്മയും എത്തുന്നു. അവരാണെങ്കിൽ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യവും അറിഞ്ഞിട്ട് തന്നെയാണ് എത്തുന്നത്. അങ്ങനെ ഇവരെല്ലാരും കൂടി അകത്തേക്ക് എത്തുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ഞാനിപ്പോ ഇവിടെ നിന്ന് ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. നിന്റെ മകള് കാരണമാണ് എനിക്ക് അവസ്ഥയുണ്ടായത്, എന്നെ ആരും ഇതേപോലെ മുൻപ് തല്ലിയിട്ടില്ല എന്നൊക്കെ അവര് പറയുന്നു. ഇവളുടെ അച്ഛനാണെങ്കിൽ അവരെ ആശ്വസിപ്പിച്ച് താഴെ ഇറക്കാനായിട്ട് നോക്കുന്നു. അപ്പൊ അവരയാളോട് ഞാൻ താഴെ ഇറങ്ങണമെങ്കിൽ നിന്റെ കമ്മയുടെ പകുതി ഷെയർസും എന്റെ കൊച്ചുമകനിക്ക് നൽകണം, നിനക്കൊരു പെണ്ണല്ലേ, അതുകൊണ്ട് അവളുടെ പേർക്ക് എഴുതി വെച്ചേക്കുന്നതെല്ലാം ഇവന്റെ പേരിലോട്ട് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഡിമാൻഡ്സ് വെക്കുന്നു. അപ്പൊ വിന്ററിന്റെ ഫാദർ അവരോട് അമ്മ എന്നോട് ക്ഷമിക്കണം, എന്റെ മകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ കടമയാണ്. ഞാൻ എന്റെ മകൾക്ക് കൊടുത്ത സ്വത്ത് എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അതെന്റെ അനിയന്റെ മകനിക്കുള്ളതല്ല, അവർക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി എന്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും അമ്മയ്ക്കും കിട്ടാൻ പോകുന്നില്ല, അനിയനും കിട്ടാൻ പോകുന്നില്ല, എല്ലാം എന്റെ മകൾക്ക് തന്നെ ആയിരിക്കും എന്ന് തീർത്ത് പറഞ്ഞിട്ട് അദ്ദേഹം അവരെല്ലാം കൂട്ടി അവിടെ നിന്ന് പോകുന്നു. കിളവി അവരുടെ ഉള്ള കഞ്ഞി കൂടി മുട്ടിച്ചു. അതേപോലെ തന്നെ ബ്രയാൻ ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ലെന്ന് ഡോക്ടർ അവന്റെ അമ്മയോട് പറയുന്നു. അവന്റെ കാര്യത്തിലും തീരുമാനമായി. അതിനുശേഷം നെൽസൺ ഗ്രൂപ്പിൽ അഴിമതി നടത്തിയതിന് റോസിയുടെ ഫാദറിനെയും പോലീസ് തൂക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് സ്റ്റീവും വിന്ററും അവരുടെ ഇനിയുള്ള ടൈം പരസ്പരം അറിയാനും കൂടുതൽ സ്നേഹിക്കാനൊക്കെ ആയിട്ട് ചെലവിടുന്നു. അതോടുകൂടി ഒരു ഹാപ്പി എൻഡിങ്ങിൽ ഈ ഡ്രാമ അവസാനിക്കുന്നു.